തീർച്ചയായും ഇവിടെ പരിക്കേറ്റവാൻ മിനിസ്റ്റർ വിശദീകരിച്ചതുപോലെ തന്നെ അതിദാരുണമായൊരു അപകടമാണ് ഉണ്ടായത്. കേരളത്തിൽ എല്ലായിടത്തും ടിപ്പർ ലോറികളുടെ, പ്രത്യേകിച്ച് ഇതുപോലെ ലോഡ് കയറ്റുന്ന ലോറികളുടെയൊക്കെ അമിത വേഗതയെക്കുറിച്ചും തുടർന്നുണ്ടാവുന്ന അപകടങ്ങളെക്കുറിച്ചും പലപ്പോഴും നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയും സർക്കാരുകൾ ബന്ധപ്പെട്ട വകുപ്പുകളൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും സ്കൂൾ ടൈം, ഇപ്പോൾ കേരളത്തിൽ 7 മണി മുതൽ തന്നെ കുഞ്ഞുങ്ങൾ സ്കൂളുകളിൽ പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ആ സമയത്തൊക്കെ ഇതിന്റെ ലോഡ് കയറ്റിയുള്ള വണ്ടികൾ വരുന്നത് തീർച്ചയായും ഭീഷണി തന്നെയാണ്. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് ഗൌരവമായി തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യുകയും ഇനിയൊരു അപകടം ഉണ്ടാതിരിക്കാനുള്ള പരമാവധി മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യും. ബാക്കി കാര്യങ്ങളൊക്കെ മിനിസ്റ്റർ വിശദീകരിച്ചു. പ്രിയപ്പെട്ട MP സംഭവം അറിഞ്ഞ സമയം മുതൽ ഇവിടെയുണ്ട്. ഇവിടുത്തെ എല്ലാ ജനനേതാക്കന്മാരും ഉണ്ട്. തീർച്ചയായും വേദനയുണ്ട്. മരണത്തിലും അതുപോലെ തന്നെ ചികിത്സയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള ഇതുവരെ എല്ലാം ചികിത്സാ കാര്യങ്ങൾ ഗവൺമെന്റ് ശ്രദ്ധിക്കും. ഒരു കുട്ടിക്ക് ഗുരുതരമായി പരിക്കുണ്ട് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. 2 പേരുടെ മുതിർന്നവർക്ക് മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ബാക്കി കാര്യങ്ങൾ ഇന്ന് ആശുപത്രിയിലേക്ക് പോകും. ഡ്രൈവറുടെ വണ്ടി ഓടിച്ച ഡ്രൈവറുടെക്കും ഗുരുതരാവസ്ഥയിലാണ് ഉള്ളത്. കൗശൽ എന്ന ഒരു കുട്ടി, കൗശൽ എന്ന് പറഞ്ഞ ഒരു കുട്ടിക്കും അത് പുനഃപരിശോധിക്കേണ്ടതാണ്. സ്കൂളിൽ രാവിലെ ട്യൂഷൻ ഒക്കെ ആയിട്ട് രാവിലെ കുട്ടികൾ ഇറങ്ങുന്നതാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന് സ്കൂൾ സമയം, 2 ഇതിന്റെ അമിത വേഗം. ഇത് കൂടുതൽ തവണ ഈ മണ്ണ് ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് ഇത് വേഗം കൂട്ടി ഇതിന്റെ ഇത് നടത്തുന്നത്. പരമാവധി എടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിൽ വരുന്നതുകൊണ്ടാണ്. ഈ സാഹചര്യത്തിൽ അത് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ ആ കാര്യം ഗവൺമെന്റ് പരിശോധിക്കുന്നത്. 2 മണിക്കും 3 മണിക്കൊക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള വാഹനം ഓടിയിട്ടാണ്. അതെ. അത് അമിത വേഗതയെക്കുറിച്ച് മുമ്പ് പലതവണ പരാതികൾ ഉയർത്തിയിട്ടുണ്ട്. അപകടം ഉണ്ടായിട്ടുണ്ട്. അല്ല, അത് ഇത്തവണ ഇപ്പം ഓരോ ഘട്ടത്തിലും അപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ ഗൗരവമായിട്ട് എടുക്കുകയും അതിന്റെ ഒരു സമയക്രമം കുറച്ച് സമയം ഒന്ന് മാറിക്കഴിയുമ്പോൾ വീണ്ടും ലൂസാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുണ്ടാകാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫിറ്റ്നസ് അടക്കം നേടുമ്പോൾ വാഹനങ്ങൾക്കുള്ളുണ്ട് നല്ല ടയറുകളും നല്ല കാര്യങ്ങളുമാണ്. പക്ഷേ ഈ ഫിറ്റ്നസിന് ശേഷം നിരത്ത് നൽകുന്ന വാഹനങ്ങൾ, ഈ വാഹനത്തിനടക്കം റീറ്റെയിൽ ചെയ്ത ടയറാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഇന്നത്തെ സ്പീഡ് ബ്രേക്ക് അടക്കം കട്ടിയിരിക്കുന്നതാണ് പ്രാഥമിക മോട്ടോർ വാഹനങ്ങൾക്ക് പറയുന്നത്. ഈ ഫിറ്റ്നസിന് ശേഷം ഇങ്ങനെ മരുന്ന് ചെയ്യുന്നത് കണ്ടെത്താൻ മാത്രം അതിന്റെ സമയക്രമവും കൂടുതലായി ക്രമീകരിക്കും. കാരണം ഇതിലേക്ക് കഴിഞ്ഞിറങ്ങിപ്പോയി പിന്നീടുണ്ടാകുന്നത് ഞാൻ കണ്ടില്ല. എന്നോട് പറഞ്ഞത് വളരെ മോശം ടയറാണ്. അത് ഈ ഫിറ്റ്നസ് കൊടുത്തിട്ടേ അത് വീണ്ടും ഇവർ ചെയ്യുന്നത് പഴയ ടയർ ഇട്ട് ഓടിക്കുക. മനസ്സിലായി. ഫിറ്റ്നസിന് വേണ്ടിയിട്ട് പുതിയ ടയർ ഉപയോഗിക്കുക, ഫിറ്റ്നസ് കഴിയുമ്പോൾ മാറ്റി വീണ്ടും പഴയ ടയർ ഉപയോഗിക്കുക. ഇടയ്ക്കിടയ്ക്കുള്ള പരിശോധന അടക്കമുള്ള ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അതെല്ലാം തന്നെ പരിശോധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം ഗവൺമെന്റ് നടത്തി തീരുമാനങ്ങൾ എടുക്കും. താങ്ക് യു. മന്ത്രിമാരുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കും. ഒപ്പം മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം ഉൾപ്പെടെ ഉള്ളവ അത് മന്ത്രിസഭയാണ് തീരുമാനമെടുക്കേണ്ടത്. അക്കാര്യങ്ങൾ സർക്കാർ തീരുമാനിക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ നാട്ടുകാർക്ക് വലിയ പരാതികൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ പ്രദേശത്ത് നിന്ന് വ്യാപകമായി മണ്ണെടുക്കുകയും അങ്ങനെ രാത്രിയേറെ വൈകിയുമൊക്കെ ടിപ്പറുകൾ ഈ വഴിയിലൂടെ കടന്നു പോകാറുണ്ട് എന്നതാണ്. ഇതാണ് ഈ അപകട സമയത്ത് ബുള്ളറ്റ്. പക്ഷേ അവിടെ ആ സ്ഥലത്ത് നിന്നുള്ള പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് ഈ ബുള്ളറ്റിലേക്ക് വന്നിടിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ലാതെ ബുള്ളറ്റാണോ അപകടത്തിന് കാരണമാക്കിയത് എന്നതിൽ വ്യക്തതയില്ല. ഒരു പക്ഷേ പരിസര പ്രദേശങ്ങളിൽ ഇനി CCTVയോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നാൽ കൂടുതൽ വ്യക്തത കൈവരും. ഈ ബുള്ളറ്റ് ഓടിച്ചിരുന്ന വ്യക്തിയുടെ ആരോഗ്യാവസ്ഥയിലും സ്വാഭാവികമായും നമുക്ക് ആശങ്കപ്പെടേണ്ടതുണ്ട്. ബുള്ളറ്റിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ ബുള്ളറ്റും മണ്ണിലായിരുന്നു എന്ന് വേണം. ഒപ്പം നേരത്തെ അപകട സമയത്ത് അവിടെ എത്തിയവരുടെ പ്രതികരണങ്ങളൊക്കെ, അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ അങ്ങേയറ്റം മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ തന്നെയാണ്. കൊച്ചുകുട്ടിയായിരുന്നു, ആ കുട്ടിയുടെ ശരീരഭാഗങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് എന്നൊക്കെ പറയുമ്പോഴാണ് ഈ തീവ്രത. ഇത് പാസ് ഇല്ലാതെ ഓടുന്ന ലോറിയാണ് എങ്കിൽ, പെർമിഷൻ ഇല്ലാതെ ഓടുന്ന ലോറിയാണ് എങ്കിൽ തീർച്ചയായും ഇതിനെ കൊലക്കുറ്റം തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടതായി വരും. വാഹനങ്ങൾ അപകടത്തിൽപ്പെടുക എന്നത് സ്വാഭാവികമാണ്. അതിനെ നമുക്ക് ആ നിലയിൽ കുറ്റപ്പെടുത്താനാകില്ല. പക്ഷേ ഈ അനുമതിയില്ലാത്ത വാഹനങ്ങൾ ആണ് എങ്കിൽ, പെർമിറ്റ് ഇല്ലാത്ത വാഹനമാണ് എങ്കിൽ, ഒപ്പം മന്ത്രി തന്നെ സൂചിപ്പിച്ചു, അവിടെ എത്തിയവർ പറയുന്നുണ്ട് ആ വാഹനത്തിൻ്റെ ടയറും ഒക്കെ അങ്ങേയറ്റം മോശം നിലവാരത്തിലുള്ളതാണ് എന്ന്. അപ്പോൾ ഈ മണ്ണ് എടുക്കുന്നതും മണ്ണ് കൊണ്ടുപോകുന്നതുമൊക്കെ
പലപ്പോഴും വൻകിടക്കാർ ആണ് എന്നുള്ളതാണ്. അവിടെ അമിത ലാഭമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള കൊള്ളയാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത്. നിയമാനുസൃതമായി മണ്ണെടുപ്പ് നടത്തുകയും എല്ലാ പെർമിറ്റോടു കൂടിയുമാണ് ഈ വാഹനം ഓടിക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. പക്ഷേ അങ്ങനെയല്ല എങ്കിൽ തീർച്ചയായും ഇത് ഗുരുതരമായ ഒന്ന് തന്നെയാണ്. വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ എടുക്കേണ്ട സാഹചര്യമുണ്ട്. ആരാണ് ഈ മണ്ണെടുക്കാൻ അനുമതി നൽകുന്നത് എന്നതും പരിശോധിക്കേണ്ടതുണ്ട്. പഞ്ചായത്ത് ആണ് അനുമതി നൽകിയിട്ടുണ്ടാവുക എന്നതാണ് കളക്ടർ നൽകുന്ന പ്രതികരണം എന്നതാണ്. കളക്ടറേറ്റിൽ നിന്ന് ഇങ്ങനെ മണ്ണെടുക്കാൻ ഒരു അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ലോറിയിൽ കയറ്റുന്ന മണ്ണിന് നിശ്ചിതമായ അളവുണ്ട്. അതിൻ്റെ വാഹനങ്ങൾ സഞ്ചരിക്കേണ്ടതിന് സ്പീഡ് ഗവർണർ അടക്കം, അതായത് നിശ്ചിത വേഗതയിൽ കൂടുതൽ വാഹനങ്ങൾ ഓടാൻ പാടില്ല എന്നുണ്ട്. അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പലപ്പോഴും ഇത്തരം വാഹനങ്ങൾ കേരളത്തിലൂടെ സഞ്ചരിക്കുന്നത് എന്നതാണ്. അത് നാട്ടുകാർക്ക് വലിയ അപകട ഭീഷണി ഉണ്ടാക്കാറുണ്ട് എന്നതാണ്. പക്ഷേ അതിനോട് പ്രതികരിക്കുന്നവരെയൊക്കെ പ്രതികരണശേഷി ഇല്ലാതാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ മാഫിയകളാണ് പലപ്പോഴും ഇത്തരം മണ്ണെടുക്കലിൻ്റെയൊക്കെ ഭാഗമാകാറുള്ളത് എന്നതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർക്ക് ഇതൊക്കെ സഹിക്കേണ്ടിയും വരുന്നത്. ഇപ്പോൾ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അധികൃതരും ഉണർന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതിനൊരു സർക്കാർ സംവിധാനത്തെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് തദ്ദേശ ഭരണകൂടങ്ങൾക്കുൾപ്പെടെ വലിയ ഉത്തരവാദിത്വം ഉള്ള ഒന്ന് തന്നെയാണ് ഇത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ആ പഞ്ചായത്ത് അധികൃതരുടെ പ്രതികരണങ്ങളൊക്കെ ലഭിക്കുമ്പോൾ മാത്രമേ കൂടുതൽ വ്യക്തത കൈവരികയുള്ളൂ. എന്താണെങ്കിലും ഇപ്പോൾ മന്ത്രിമാരുടെ സംഘം സംഭവസ്ഥലത്ത് എത്തി അപകട സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. മന്ത്രിമാരായ PC വിശ്വനാഥും ഒപ്പം ബിന്ദു കൃഷ്ണയുമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ് MP-യും സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നാട്ടുകാർ ആണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. പിന്നീട് ഫയർഫോഴ്സ് അടക്കം എത്തി അപകടത്തിൽ പെട്ടവരെ മണ്ണും നീക്കം ചെയ്ത് ആണ് പുറത്ത് എടുത്തത് എന്നതാണ്. അങ്ങേയറ്റം വേദനാജനകമാകുന്ന ദാരുണമാകുന്ന സംഭവം തന്നെയാണ്. ഈ മണ്ണ് മാറ്റുന്ന സമയത്തുമൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ, അവിടെ ഇലക്ട്രിക് പോസ്റ്റ് അടക്കം തകർന്നിരുന്നു എന്നാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ജീവൻ നഷ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ ആണ്. അവരുടെ കുടുംബാംഗങ്ങൾക്ക് തീർച്ചയായും സഹിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. രാവിലെ സ്കൂളിലേക്ക് പുറപ്പെട്ട 10ാം ക്ലാസ്സുകാരനായ പാർത്ഥിപ്പ് ഇങ്ങനെയൊരു അപകടത്തിൽ പെടുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. അതോടൊപ്പം തന്നെ ആണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മറ്റ് 2 പേർ കൂടി. അതിൽ നീലേശ്വരം സ്വദേശി ഹരിലാലുണ്ട്, ഒപ്പം അജയകുമാർ. ഈ 3 മരണം ആണ്. പോലീസ് ഉദ്യോഗസ്ഥർ മന്ത്രിസംഘമാരുൾപ്പെടുന്ന സംഘത്തോട് പ്രാഥമികമായ വിവരങ്ങളാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഇവിടെ നിൽക്കുമോ? പറയാൻ വേണ്ടിയിട്ടാണ് ഫാസ്റ്റാക്കാൻ എത്രമാത്രം ഭീകരമായ ഫിറ്റ്നസ് കഴിഞ്ഞിട്ട് എത്ര നാളായി? അല്ല, അതിന്റെ എത്ര നാളായി? അല്ല, ഇവിടെ ആളുകൾ അക്ബർ എന്റെ പേരുള്ള വണ്ടിയാണ്. വയനാട്ടിലെ വണ്ടിയാണ്. അല്ല അല്ല, അവിടെ മണ്ണാർക്കരക്കട്ട് പൂന്തം ചവറ 17 വണ്ടി ഇപ്പോഴത്തെ
ഡോക്ടർ വിഷ്ണുനാഥാണ് നമ്മുടെ ആ ഒരു ഉണ്ടല്ലോ അമൃതയിലേക്ക് വേഗത്തിലാക്കി കൊടുക്കണേ. ഇതിന്റെ ഫിറ്റ്നസ് ഏപ്രിൽ 6 ഞാൻ അതിന്റെ ഫാദറുമായിട്ട് സംസാരിച്ചു. ഏപ്രിൽ 6 2027 വരെയാണ് ഫിറ്റ്നസ്. അനന്തപുരി അല്ലേ? ഏപ്രിൽ 6 ആകുമ്പോൾ ഏപ്രിൽ 7 തീയതി ഒരു വർഷത്തേക്കാണ് കൊടുക്കുന്നത്. വേഗത്തിലാക്കി ഇൻഷുറൻസ് മാർച്ച് 29, 2000. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.